ഇറ്റ്സ് മീ ഫബി ഫ്രം എസ്റ്റോ വ്ളോഗേഴ്സ്. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വയനാടിന്റെ ചെറിയൊരു പാർട്ട് തന്നെയാണ്. വയനാട്ടിൽ ഞങ്ങൾ കണ്ടൊരു ഇഞ്ചിത്തോട്ടം. സത്യത്തിൽ ഇഞ്ചിത്തോട്ടം കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് കൗതുകം തോന്നി. കാരണം വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ ഒരു ഇഞ്ചിത്തോട്ടം ആദ്യമായിട്ട് കാണുന്നത്. നമ്മളെ വീട്ടിലൊക്കെ ചെറുതായിട്ട് ഇഞ്ചി കൃഷി ചെയ്ത് കണ്ടിട്ടെന്നല്ലാണ്ട് നമ്മൾ നേരിട്ടിട്ട് ഇങ്ങനെ ഒരു ഇഞ്ചി പറിക്കുന്ന സീൻ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ കണ്ടപ്പോൾ അതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു വീഡിയോ ആണെന്ന്. എല്ലാവരും വീഡിയോ കാണുക. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ചെയ്യുക. എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളത് അവിടെ ഒരു അടിപൊളി ഇഞ്ചി കൃഷി കണ്ടു. അപ്പൊ അങ്ങനെ സൈഡാക്കിയതാണ്. നിങ്ങളുടെ കാണാൻ സാധിക്കും. അവർ ഇഞ്ചി പറിച്ചുകൊണ്ടിരിക്കുക. കേട്ടോ, റസാക്ക് ഇവിടെ അടുത്തന്നെ വീട്? ഇവിടെ അടുത്തന്നെ വീട് അല്ലേ? ഇതിപ്പോ ഇഞ്ചി ഇപ്പൊ സീസണിൽ അതാണോ അത് എപ്പോഴും ഉണ്ടാവും? മാർച്ച് ഏപ്രിൽ ഈ സീസണിലാണ് നടാണ്. ആ മാസത്തിൽ നട്ട് കഴിഞ്ഞാൽ പിന്നെ എത്ര മാസം കൊണ്ടാണ് ഇതിന്റെ മൂപ്പെത്തുന്നത്? ഒക്ടോബറാണ്. ഒക്ടോബർ. ഏകദേശം എത്ര മാസം? 6 മന്തോ അതോ 10 മന്ത് വരും ആവാൻ വേണ്ടിട്ടല്ലേ? ശരിയാണ്. നമ്മൾ ഈ ഇഞ്ചി നടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ അതിന്റെ വിത്ത് ശേഖരിക്കണം. വിത്ത് ശേഖരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഡിസംബർ മുതൽ ഫെബ്രുവരി ലാസ്റ്റ് വരെയാണ്. ഈ സമയത്ത് വിത്ത് ശേഖരിച്ചിട്ട് അത് നമ്മൾ 1 കിലോ ഇഞ്ചി എടുത്തിട്ട് അതിനെ ഒരു 16 പീസോളം, ഒരു 4 ഇഞ്ച് വലിപ്പമുള്ള 16 പീസോളം നമ്മൾ അതിനെന്താക്കണം, മുറിക്കണം. ആ സാധനം നമ്മൾ മരുന്ന് എന്തെങ്കിലും നല്ല ഫംഗസൈഡും കെമിക്കലും മുക്കിയിട്ട് അതിനെ എടുത്തു വെക്കും. എന്നിട്ട് നമ്മൾ സ്ഥലം ഒരുക്കണം. സ്ഥലം നന്നായിട്ട് ഒരു 1.5 അടി താഴ്ചയിൽ നമ്മൾ കിളച്ച് മറിക്കണം. അത് ട്രാക്ടറാണോ JCB ആണോ എന്തോ നമ്മളെ ഇഷ്ടം പോലെ യന്ത്രം ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതിനുശേഷം അതിലൊരു 10-15 അടി നീളം വരുന്ന ബെഡുകൾ 3 അടി വീതിയിൽ എടുക്കുക. മാർച്ച് ഏപ്രിൽ ഈ 2 മാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താക്കണം, അതിനെ നടണം. നട്ട് കഴിഞ്ഞാൽ അതൊരു 60 ദിവസത്തിനുള്ളിൽ മുളച്ചു വരും. നട്ടൊരു വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ബെഡിൽ നമ്മൾ ഈ 15 അടി വലിപ്പവും നീളവും 3 അടി വീതിയുള്ള ബെഡിൽ നമുക്കൊരു 1 അടി അകലത്തിൽ കുഴി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 15 നീളം, അപ്പം 15-3 വീതിയിലും കുഴികൾ എടുക്കാൻ കഴിയും. അങ്ങനെ ആകുമ്പോൾ ഒരു ബെഡിൽ 45 കുഴികളോളം നമുക്ക് എടുക്കാൻ കഴിയും. അതിൽ ആ കുഴിയിൽ വിത്ത് കറക്റ്റ് പതിച്ച് വെച്ചിട്ട് അതിൻ്റെ മേലെ ചാണകം, ഉണങ്ങിയ ചാണകപ്പൊടി ഇടണം. അതിനുശേഷം നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ഇങ്ങനത്തെ സാധനങ്ങൾ ഇടാം. അതിനുശേഷം നമ്മൾ ആ വിത്തിനെ മണ്ണിട്ട് മൂടിയ ശേഷം നമ്മൾ അതിൻ്റെ മേലെ പൊത വെക്കണം. ചപ്പുകൾ, എന്തെങ്കിലും ചപ്പുകൾ അതിലോട്ട്. ആ ബെഡ് നമ്മൾ ഈ എടുത്തിരിക്കുന്ന ബെഡ് ഈ ടൈറ്റായി പോകാതിരിക്കാൻ മഴ പെയ്തിട്ടും വെള്ളം. പിന്നെ നമ്മളിത് നട്ട് കഴിഞ്ഞാൽ ഒരു 4 ദിവസത്തിൻ്റെ 5 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് മഴ കിട്ടിയില്ലേണം നമ്മളത് നനച്ച് കൊടുക്കണം. ഏകദേശം ഒരു 60 ദിവസം കൊണ്ട് നമുക്ക് ഇതെല്ലാം പൂർണ്ണമായും മുളച്ച് വരും. ആ 60 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 60 ദിവസം കൊണ്ട് മുളച്ച് വരുന്ന കഴിഞ്ഞാൽ നമ്മളൊരു യൂറിയ, പൊട്ടാഷ്യം ഇങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള കാടുകൾ, കള വരും, കളകളൊക്കെ പറിച്ച് വൃത്തിയാക്കി
മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അതൊരു 10-15 ദിവസം കഴിയുമ്പോൾ നമുക്ക് അതിനിട്ട് നല്ല ഫാറ്റംബോസ് അങ്ങനത്തെ എന്തെങ്കിലും വളങ്ങൾ കൊടുക്കുക. അങ്ങനെ ഒരു 3-4 വളങ്ങൾ, ഫാറ്റംബോസ്, പിന്നെ DAP, യൂറിയ, പൊട്ടാഷ് ഇതെല്ലാം കൂട്ടിയിട്ട് ഇങ്ങനെ 2-3 വളങ്ങൾ എന്ത് ചെയ്യുക, ഒരു 15 ദിവസം ഇടവിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 4 വളം കൊടുത്താൽ അത് അതിൻ്റെ വളം പ്രയോഗിക്കേണ്ട സമയം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വല്ല കേടുകളോ രോഗാണുക്കളോ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അതിനനുസരിച്ചുള്ള മരുന്നുകൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. 2 മാസം 3 മാസം കഴിഞ്ഞാൽ നമുക്ക് ഇത് പറിച്ച് വിൽക്കാൻ കഴിയും, ആ പാകെത്തും. മറ്റ് വിളകളുമാരിയല്ല, ഇത് നമുക്കൊരു 2-3 മാസം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പറിച്ച് വിൽക്കാം. അതൊരു 3 മാസത്തെ വളർച്ചയൊക്കെ എത്തിയാലും പിന്നെ മാർക്കറ്റിൽ അത് എടുക്കും. മറ്റ് കൃഷികളുമാരില്ല, വാഴ മറ്റ് കൃഷികളുമാരില്ല. പിന്നെ അങ്ങനെ ഇതിൻ്റെ പൂർണ്ണമായ മൂപ്പെത്തുക ഡിസംബറോടെയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു രീതി. ഇതിപ്പോൾ നമുക്ക് ഫ്ലഡ് വന്നതിനെ കൊണ്ടാണ് നേരത്തെ പറിച്ചതാ. ശരി, ഫ്ലഡ് ആയതുകൊണ്ട് തയ്യാണല്ലോ, അതൊക്കെ പറിക്കാനുള്ളതായിരിക്കും. ഇതൊക്കെ പറിക്കാനുള്ള അതെല്ലാം പറിക്കും. മഞ്ഞ കളർ വന്നിട്ടുണ്ട്. മഞ്ഞ കളർ തന്നെ നിൽക്കൂല അല്ലേ? ശരി. ഇതിപ്പോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് നേരത്തെയാണ് ഇത്ര ഇത് പറിക്കുന്നത്. കാരണം ഫ്ലഡ് ഇതൊക്കെ ആയതുകൊണ്ട് ഇനി അധികം നിൽക്കില്ല എന്നാണ് അവർ പറയുന്നത്. സാധാരണ ഒരു 10 മാസമാണ് ഒരു തൈ നട്ട് കഴിഞ്ഞാൽ ഇവർക്ക് അതിന് വേണ്ട ഒരു ഇത് വരുന്നത്. പക്ഷെ ഈ ഫ്ലഡും ഇതൊക്കെ ആയതുകൊണ്ട് അധികം നിൽക്കുന്നില്ല. കാണുന്ന തൈയൊക്കെ എന്താ പറയുക, മഞ്ഞ കളർ വന്നുകൊണ്ട് ഇനി അധികം നിൽക്കില്ല. അതുകൊണ്ട് പെട്ടെന്ന് അവർ പറിച്ച് കൊടുക്കാനുള്ള പരിപാടിയാണെന്നാണ് പറഞ്ഞത്. ഞങ്ങള് വയനാട് നിന്ന് തിരിച്ചു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കയറി കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. ഇപ്പം ഞങ്ങൾ പോകുന്നത് മുത്തങ്ങ ഫോറസ്റ്റ് വഴി നമ്മുടെ ഗുണ്ടൽപേട്ട് അങ്ങനെ മൈസൂർ പോകാനുള്ള പരിപാടി. സത്യത്തിൽ ഞാൻ ഇതുവഴി പോകാനല്ല ഞാൻ പ്ലാൻ ചെയ്ത്. ഞാൻ കുറുവാദ്വീപ് വഴി നമ്മുടെ നാഗർഹോള്, നമ്മുടെ ശരിക്കും പറഞ്ഞാൽ കോർഗ് റോഡൊക്കെ ഉണ്ടല്ലോ, ആ വഴി പോയിട്ട് മൈസൂർ പോകാനായിരുന്നു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാ, നമ്മളവിടെ നാഗർഹോളിലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു റോഡ് ബന്ധാന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ അത് വഴി മൈസൂർക്ക് പോകാൻ പറ്റില്ലെങ്കിൽ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആ ക്യാൻസൽ ആക്കിയിട്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യാണ്, നമ്മുടെ സുൽത്താൻ ബത്തേരി, അതുപോലെ കൽപ്പറ്റയിൽ നിന്ന് തിരിഞ്ഞിട്ട് സുൽത്താൻ ബത്തേരി, പിന്നെ അങ്ങനെ നമ്മുടെ മുത്തങ്ങ വഴി ഗുണ്ടൽപേട്ട്. അപ്പൊ ഇന്ന് ഗുണ്ടൽപേട്ടിൽ താമസിക്കുള്ളൂ. ഗുണ്ടൽപേട്ടിൽ താമസിച്ചിട്ട് എനിക്ക് ഗുണ്ടൽപേട്ടിൽ കുറച്ച് കൃഷിത്തോട്ടങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു 2 മണിയാകുമ്പോൾ ഗുണ്ടൽപേട്ടിൽ എത്തുമെന്ന് വിചാരിക്കുന്നു. ഭക്ഷണം അപ്പോൾ ഉച്ചക്കത്തെ ലഞ്ചൊക്കെ കഴിച്ച് ഒരു 4 മണിയോടെ ഗുണ്ടൽപേട്ടിൽ കുറച്ച് തോട്ടങ്ങളും അതുപോലെ കുറച്ച് വെറൈറ്റി സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ ഒന്ന് കാണണമെന്ന് വിചാരിക്കുന്നു. മുത്തങ്ങയിൽ നിന്ന് ഗുണ്ടൽപേട്ടിലേക്ക് എത്താൻ ഏകദേശം 1 മണിക്കൂർ യാത്ര ഉണ്ട്, 47 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ ഇത് കംപ്ലീറ്റ് ഒരു ഡിഫറെന്റ് ഫീലുള്ള യാത്രയാണ്. രണ്ട് സൈഡിൽ ഫുള്ള് കാടാണ്. ഇതിൽ നമുക്ക് വന്യജീവികളെ കണ്ടുകൊണ്ടുള്ള ഒരു യാത്രയാണ്. ഞാൻ എന്തായാലും ഗുണ്ടൽപേട്ടിൽ എത്തിയിട്ട് റൂം ഒന്ന് ഇതാക്കണം. ഞാൻ ഇന്ന് ഗുണ്ടൽപേട്ടിൽ താമസിക്കുകയുള്ളൂ. ഗുണ്ടൽപേട്ടിൽ താമസിച്ചിട്ട് ഒരു ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു, ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് പറ്റുമെങ്കിൽ ഇവിടുത്തെ കൃഷിത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണമെന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് നേരിടുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ നെക്സ്റ്റ് വ്ളോഗിലായിരിക്കും ഞാൻ അത് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ താമസിക്കുന്ന ലോഡ്ജ് എങ്ങനെ ഉണ്ടെന്നുള്ളതൊക്കെ ഒന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം.
ഫ്രണ്ട്സ് അത്യാവശ്യം നല്ലൊരു റൂമാണ് ഞങ്ങൾക്ക് കിട്ടിയത് വെച്ചിട്ട്. കാരണം ഞാനിപ്പോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഗുണ്ടൽപേട്ട് റൂം എടുത്തിരുന്നു. ആ റൂമിന്റെ എമൗണ്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസം. ആ റൂമിന്റെ ഒരു എന്താ പറയാ പകുതി പ്രൈസ് എന്ന് തന്നെ പറയാം. ആ ഒരു രീതിയിലാണ് നമുക്ക് ഈ റൂം കിട്ടിയത്. അതുപോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം മൈസൂർ റൂം എടുത്തിരുന്നത്. ആ റൂമിന്റെയും പകുതി പ്രൈസ്. മീൻസ് നിങ്ങൾക്ക് ഗുണ്ടൽപേട്ടിൽ കിട്ടാവുന്ന ഏറ്റവും ചീപ്പസ്റ്റ്, അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. ബാത്റൂം അതുപോലെ അറ്റാച്ച്ഡ് ആണ്, പിന്നെ അതുപോലെ ബെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 37 വർഷമായിട്ടുള്ളൊരു ലോഡ്ജാണ്. പക്ഷെ ഒരു റിനോവേഷൻ കഴിഞ്ഞിട്ട് എന്താ പറയാ ഇപ്പോൾ റീഓപ്പൺ ആയിട്ടേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് വളരെ കുറഞ്ഞ റേറ്റിനാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പൊ എല്ലാവരും മൈസൂർ പോകുന്നവരുണ്ടെങ്കിൽ മൈസൂരൊക്കെ ഒരു റൂമിന് ഏകദേശം നമ്മൾ 800 രൂപ മിനിമം കൊടുക്കണം. ഒരു റൂമിന് 800 രൂപ മിനിമം കൊടുക്കണം. ഇത് അതിനേക്കാൾ എത്രയോ ചീപ്പാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് മൈസൂർ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഏകദേശം മൈസൂരിലേക്ക് 1 മണിക്കൂർ വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് രാവിലെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ എത്താൻ പറ്റും. വളരെ ചീപ്പായിട്ട് സ്റ്റേ ചെയ്യാനും പറ്റും. പിന്നെ താമസിച്ചിരുന്ന റൂമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, സുൽത്താൻ ബത്തേരിയിൽ നിന്നും അതുപോലെ കൂടലൂരിൽ നിന്ന് വരുന്ന ജംഗ്ഷനിൽ നിന്ന് വരുമ്പോൾ മൈസൂർ റൂട്ട് പോകുമ്പോൾ ഒരു പെട്രോൾ പമ്പ്, ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പെട്രോൾ പമ്പ് കാണാം. ഈ പെട്രോൾ പമ്പിന് എത്രനായിട്ട് തൊട്ട് മുന്നേ ചാമര നഗർ അങ്ങനെ ഒരു പറഞ്ഞിട്ടൊരു ബോർഡ് ഇടത്തോട്ട് കാണാം. അതിൻ്റെയും ഈ പെട്രോൾ പമ്പിൻ്റെ ഇടയിലായിട്ടാണ് ഈ ഒരു ലോഡ്ജ് വരുന്നത്. ഞാനിത് റെക്കമെൻഡ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളീസിൻ്റെ ആണ്. അത് കൂടാണ്ട് ഇവിടെ ഉള്ളതിൽ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റ് കുറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ മൈസൂരൊക്കെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കയറുക, കാണുക. ഇനിയിപ്പോൾ നിങ്ങളെ കോൺടാക്ട് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും എഫ് ജോളോഗീസിന്റെ മറ്റൊരു കിടിലം വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗുണ്ടൽപേട്ടിലുള്ളത്. അപ്പൊ ഗുണ്ടൽപേട്ടിലെ കുറച്ച് ചെക്കൻ വരെ കളിയാക്കാൻ തുടങ്ങി, എന്താ ചെയ്യാ. പിന്നെ അപ്പൊ ഞങ്ങളിപ്പോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് പറഞ്ഞാൽ ഗുണ്ടൽപേട്ടിൽ കുറച്ച് നമ്മള് എപ്പോഴും മിസ്സായി കളയ്ക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്